തറയിൽ സഭയുടെ ശബ്ദമാകാൻ, കണ്ടും കേട്ടും തൊട്ടുമറിഞ്ഞ വിശ്വാസവും കൈമാറി കിട്ടിയ പൈതൃകങ്ങളും സംരക്ഷിക്കാൻ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ശ്ലീഹായുടെ തീഷ്ണതയോടെ നിലപാടുകൾ എടുക്കാൻ ഇക്കഴിഞ്ഞ നാളുകളൊക്കെയും പരിശ്രമിച്ച നല്ല ഇടയൻ മാർ തോമസ് തറയിൽ, ചങ്ങനാശ്ശേരി അതിരൂപതയെ സധൈര്യം നയിച്ച മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ പിൻഗാമിയായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി 2024 ഒക്ടോബർ 31 മാർ തോമസ് തറയിൽ സ്ഥാനാരോഹിതനായി. ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ ദാസൻ തോമസ് തറയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പോലീത്തയായി അങ്ങയുടെ ജനത്തെ പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പൗരാണികമായ അതിരൂപതയുടെ മേലധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിട്ട് ഞാൻ സ്വീകരിക്കുകയാണ്. പ്രഗത്ഭരായ അഭിയന്യ പ്രിയാളശ്ശേരി, കളാശ്ശേരി, പടിയറ, പൗവത്തിൽ, പെരുന്തോട്ടം പിതാക്കന്മാരുടെ തുടർച്ചയിൽ നിൽക്കാനായിട്ട് തറയിൽ പിതാവിനെ ദൈവം നിയോഗിച്ചത് വലിയൊരു നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. സന്ദർശിക്കുന്ന അവസരമുണ്ട്. രണ്ടും മെത്രാപ്പോലീത്തമാർ ചങ്ങനാശ്ശേരി ഇടവക ഈ കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. സീറോ മലബാർ സഭയുടെ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും എന്നും നിലപാടെടുത്തിട്ടുള്ള ചങ്ങനാശ്ശേരി അതിരൂപത ഈസ് ആൻ അൺഷേക്കിംഗ് റോക്ക് എന്നാണ് പറഞ്ഞത്. ഈ അൺഷേക്കിംഗ് റോക്കിന്റെ പുതിയ സാരഥിയായിട്ടാണ് അഭിമന്യ പിതാവ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. എല്ലാവരെയും സ്നേഹിച്ച് ശരിയായ പാതയിലൂടെ നയിക്കുക എന്നുള്ളത് ഒരു സഭാ മേലധ്യക്ഷൻ്റെ അടിസ്ഥാനപരമായ ദൗത്യമാണ്. അതാണ് ഇപ്പോൾ തറയിൽ പിതാവും ഏറ്റെടുത്തിരിക്കുന്നത്. വിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരനാണ് നമ്മുടെ അഭിമന്യ തോമസ് തറയിൽ പിതാവ് എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമ്പത്താണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. തറയിൽ പിതാവിനെ കുറിച്ച് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ചിന്ത വളരെ മനുഷ്യത്വപരമായിട്ട് ഒരു നിലപാടുള്ള ഒരു നല്ല ഇടയാണ്. സഭാപരമായി മാത്രമല്ല, ആത്മീയപരമായി മാത്രമല്ല, മാനസികമായി കൂടി നയിക്കാൻ പിതാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് എന്നും ഉത്തേജനമാണ് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. ഒരു ജനതയ്ക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് നമ്മളെ വിളിക്കുന്നു. അപ്പോൾ ആ വിളിയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസ സമൂഹത്തിൽ മാത്രമല്ല, പൊതുസമൂഹത്തിലും ഉറപ്പുള്ള ശബ്ദമാകാൻ തറയിൽ പിതാവിന് സാധിച്ചു. വിശ്വാസ സമൂഹത്തിന്റെ വളർച്ചയോടൊപ്പം പൊതുജനങ്ങളുടെ ഉന്നമനവും അഭിവന്ദ്യ പിതാവിന്റെ ലക്ഷ്യമായിരുന്നു. സാമൂഹിക പ്രശ്നങ്ങളിലും പിതാവ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. മനുഷ്യനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നിയമം തന്നെ പൊളിച്ചെഴുതണം. ഞാൻ ചോദിക്കട്ടെ, ചിന്താശക്തിയുള്ള കേരളീയ സമൂഹത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അഭിമാന ബോധത്തോടെ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന ഒരു നാടാണ് കേരളമെന്ന്? പോപ്പുലാരിറ്റി നോക്കിയും വോട്ട് ബാങ്കുകൾ നോക്കിയും നിലപാടുകൾ എടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലപ്പോഴും സമൂഹത്തിന്റെ പൊതുവായ നന്മയെ നോക്കിക്കണ്ട് നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. തന്റെ വാക്കുകൾ പോലെ തന്നെ തന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ എഴുത്തിലൂടെയും ശക്തമായ ശബ്ദമാകുവാൻ പിതാവിന് സാധിച്ചു. യുവജനങ്ങളാണ് സഭയുടെയും സമൂഹത്തിന്റെയും ശക്തി എന്നറിയാവുന്ന പിതാവ് യുവജനങ്ങളെ സഭയോടും വിശ്വാസത്തോടും ചേർത്ത് നിർത്തി.
മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തിയാകുന്നു. ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. അതായത് നിങ്ങൾ ഈ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകരുത്. എയിം ഫോർ ഹോളിനെസ്. വിശുദ്ധി ലക്ഷ്യമാക്കി ജീവിക്കുക. യുവജനങ്ങൾക്ക് പണമില്ലെങ്കിലും തൊഴിലില്ലെങ്കിലും ആരോഗ്യമില്ലെങ്കിലും എല്ലാം അതിജീവനത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം നഷ്ടപ്പെടുത്തരുത്, പ്രത്യാശ. പ്രത്യാശയുണ്ടെങ്കിൽ ബാക്കി എന്തെല്ലാം ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വിശ്വാസ സമൂഹത്തിന്റെ വളർച്ച പ്രാർത്ഥനാ ജീവിതത്തിലാണെന്ന ഉറപ്പുള്ള പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിശ്വാസികൾക്കായി എല്ലാ ആരാധന വത്സര കാലങ്ങളുടെയും തുടക്കം ഓരോ ഫൊറോന പള്ളികളിൽ റംഷ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു. ജൂബിലി വർഷത്തിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന തലക്കെട്ടിൽ വളരെ ചെറിയ ഒരു അപ്പസ്തോലിക പ്രബോധനം പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിലും ഒക്കെ കിട്ടും. പറ്റുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷാകര ചരിത്രത്തിലെ ഓരോ സംഭവവും നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ധ്യാനിക്കുകയാണ്. കുട്ടനാടൻ ജനത വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ അഭിവന്ദ്യ പിതാവ് കുട്ടനാട് സംരക്ഷണ ധരണയും ഓരോ കർഷകന്റെയും ആവശ്യങ്ങളും അവകാശങ്ങളും ഭരണകൂടത്തിന് മുൻപിൽ എത്തിച്ച് നേടിയെടുക്കുവാൻ പിതാവ് നേതൃത്വം കൊടുത്ത കർഷക സംരക്ഷണ യാത്രയും പിതാവിന് പൊതുസമൂഹത്തോടുള്ള പ്രതിബദ്ധതയെ എടുത്തുകാട്ടുന്നു. 4 മാസമായി വെള്ളക്കെട്ട് മാറാതെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുക? കുട്ടനാടിന്റെ ഏറ്റവും വലിയ ശാപം അത് ഇന്ത്യയിലായി പോയി എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പരദേശികളായിട്ട് പാർക്കുകയാണ്. അന്തസ്സായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വക ലഭിക്കുമെങ്കിൽ, മാന്യമായി തൊഴിൽ ലഭിക്കാനുള്ള അവസരം ഈ നാട് അവർക്ക് കൊടുക്കുമെങ്കിൽ അവരാരെങ്കിലും സ്വന്തം വീട് വിട്ടു പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വൈദിക വിദ്യാർത്ഥികളുടെ സംരക്ഷണവും പഠനവും അവരിൽ പഠനത്തിൽ മികച്ചു നിൽക്കുന്നവർക്ക് സ്കോളർഷിപ്പുകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സെമിനാരിയൻസ് ബെനിഫാക്ടേഴ്സ് ഫോറത്തിന് പിതാവ് തുടക്കം കുറിച്ചു. അങ്ങനെ വൈദിക വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തുന്ന പിതാവ് ഓരോ വിശ്വാസിയുടെയും ആത്മീയ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന പിതാവ് പരിത്യാഗങ്ങളെടുത്തുള്ള തീർത്ഥാടനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ സ്വയം മാതൃകയായി മാറുന്നു. സർവശക്തനായ ദൈവം നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല. അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും അനുധാവനം ചെയ്യുന്നവനാണ്. സഭയുടെയും സമൂഹത്തിന്റെയും വളർച്ചയുടെ അടിസ്ഥാനം മിടുക്കരായ കുട്ടികളാണെന്നറിയാവുന്ന പിതാവ് കുട്ടികൾക്കായി പ്രത്യേക കോച്ചിംഗ് നൽകി അവരെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ഗവൺമെന്റ് പരീക്ഷകൾക്കുമായി ഒരുക്കുന്നു. ഒപ്പം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയാവുന്ന പിതാവിന്റെ സംരക്ഷണകരം മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് നേരെയും നീണ്ടു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള തിരുവനന്തപുരം ലൂർദ് മാതാ കോളേജിൽ മണിപ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഒരുക്കി മാർ തോമസ് തറയിൽ പിതാവ്. പള്ളിയോടൊപ്പം പള്ളിക്കുടങ്ങൾ എന്ന ചാവറയച്ചന്റെ വലിയ വിദ്യാഭ്യാസ ദർശനത്തെ മുറുകെ പിടിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സ്കൂളുകളുടെ സമുദ്ധാരണത്തിനായി സ്കൂളുകളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സഹായത്തോടെ ധനശേഖരണം നടത്തി സ്കൂളുകൾ സമുദ്ധരിക്കുക എന്ന പിതാവിന്റെ ആശയം. മിഷൻ പ്രവർത്തനം ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യമുള്ള പിതാവ് തന്റെ പ്രയത്നഫലമായി ഒഡീഷ മിഷന് തുടക്കം കുറിച്ചു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പിതാവിന്റെ ശക്തമായ ശബ്ദം അധ്യാപകർക്ക് ആശ്വാസമായി. സുപ്രീം കോടതിയുടെ പഴയ ഒരു ഉത്തരവിന്റെ പേരിൽ ഈ നിയമനങ്ങൾ പൂർത്തിയാക്കാതെ മറ്റു നിയമനങ്ങൾ അംഗീകരിക്കാൻ പാടില്ല എന്ന ആദ്യത്തെ ആ ഉത്തരവിന്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വേദനാജനകമായ കാര്യമാണ്. കാരണം ഈ നിയമനം കിട്ടിയ അധ്യാപകരുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ വളരെയേറെ സങ്കടകരമാണ്. ആയിരക്കണക്കിന് അധ്യാപകർ ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലും ഒക്കെ കഴിയുന്നു എന്നുള്ളത്
അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനേതായാലും വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു. ആദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളെടുത്തും വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയും അഭിവന്ദ്യമാർ തോമസ് തറയിൽ പിതാവ് തന്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ 1 വർഷം പൂർത്തിയാക്കുന്നു. ശക്തമായ ശബ്ദത്തോടൊപ്പം തന്റെ പ്രസംഗങ്ങളിലെ നർമ്മബോധവും അറിവും പിതാവിനെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനാക്കി. പിതാവിന്റെ വാക്കുകൾക്കായി എന്നും ജനം കാതോർക്കുന്നു. ശക്തമായ നിലപാടുകളിലൂടെ കർമ്മവേദികളിൽ സഭയുടെ ശബ്ദമായി തന്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ 1-ാം വാർഷികം ആഘോഷിക്കുന്ന അഭിവന്ദ്യമാർ തോമസ് തറയിൽ പിതാവിന് ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബത്തിന്റെ പ്രാർത്ഥനാശംസകൾ.